ആദ്യം ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നല്ലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ അതുപോലെ സ്വീകരിക്കണം. അയാൾക്ക് ചിലപ്പോൾ പോരായ്മകളുണ്ടാവാം, എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കില്ല. ആ പോരായ്മയോടുകൂടി മനസ്സിലാക്കിയിരുന്ന ഈ സുഹൃത്ത് സ്വീകരിക്കണം. ഇയാൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണോ വേണ്ടേ എന്നുള്ളിടത്ത് തീരുമാനമെടുക്കേണ്ടത് ഇയാളുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ഈ സുഹൃത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫുൾ ടൈം നെഗറ്റീവാണ് എങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇയാളുടെ അടുത്തേക്ക് പോകരുത്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ആ ഉറച്ചു നിൽക്കുന്നതിൽ ഇയാൾ പിന്മാറുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞു. ഇയാളുടെ അടുത്തേക്ക് വീണ്ടും വിഷമം തോന്നിയിട്ട് ഇയാൾക്ക് ആരുമില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ ഇയാൾ വിഷമം പറയുന്ന സമയത്ത് അടുത്തേക്ക് പോകുന്നു. മറ്റേയാൾ വിഷമം പറയുന്നത് ഇയാളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇയാളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ആൾ പോകാതിരിക്കണം. ഒന്ന്, ഇനി ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് ഇയാൾക്ക് അങ്ങോട്ട് പോകണം എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വെച്ചോളൂ. ഈ സുഹൃത്ത് നിലയ്ക്ക് ഇയാൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിങ്ങനെയാണ് ഇദ്ദേഹം, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അയാൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ റെഡിയാണ്. നല്ലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു വ്യക്തിക്ക് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആളെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും എന്ത് ചിന്തിക്കരുത്, അവൻ നെഗറ്റീവാണ്, അവനിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അവൻ എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ്, ഇങ്ങനെയുള്ള പരാതി പറയാനുള്ള അവകാശമില്ല. ഒന്നുകിൽ സുഹൃത്തായിട്ട് തുടരുക, അതിലെന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി നമ്മളെ നശിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആളിൽ നിന്ന് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം പല രീതിയിലും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അറിയിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ ചെവി കൊടുക്കാൻ പോകണ്ട. നമ്മളൊരു തീരുമാനം എടുക്കുക, അതിൽ നമ്മൾ ഉറച്ചു വയ്ക്കുക.